പരിശോധനകൾ, നാം ആരാണെന്നും നമ്മിൽ ദൈവം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതായ, ലളിതമായി പറയുകയാണെങ്കിൽ നമ്മുടെ ധൈര്യം എന്താണെന്നും ദൈവം തെളിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അന്ന് യോസേഫ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. ആ പരിശോധന ജയിച്ചപ്പോൾ യോസേഫ് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തേക്ക് ദൈവം ഉയർത്തി. ശദ്രക്, മേശക്, അബേദ്നെഗോ അവരുടെ വിശ്വാസം പരിശോധിക്കപ്പെട്ടു. ആ പരിശോധന ജയിച്ചപ്പോൾ നെബൂഖദ്നേസർ രാജാവ് അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് തൻ്റെ രാജ്യത്തിൽ പ്രധാന സ്ഥാനം കൊടുത്ത് അധികാരികളാക്കി മാറ്റി, ഉയർത്തി. ദാനിയേലും പരിശോധിക്കപ്പെട്ടു, സിംഹത്തിൻ്റെ ഗുഹയിൽ എറിയപ്പെട്ടു. എന്നാൽ ശ്രദ്ധിക്കുക, ആ പരിശോധന ജയിച്ചപ്പോൾ ദാനിയേലിനെ ഉന്നത സ്ഥാനം കൊടുത്ത് രാജാവ് മാനിച്ചു. ദൈവം അവനെ ഉയർത്തി, കാരണം പരിശോധന ജയിച്ചതുകൊണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പരിശോധനകളുണ്ട്. ആ പരിശോധനയാണ് നിനക്കിന്ന് പലപ്പോഴും നിരാശയും ആകുലതയും ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് എൻ്റെ വ്യാപാരത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു? എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് യോസേഫിൻ്റെ കുടുംബത്തിൽ അങ്ങനെ സംഭവിച്ചു? യോസേഫിൻ്റെ മാതാവിനെ നഷ്ടമായി. എന്തുകൊണ്ടാണ്? അറിയില്ല. ഇപ്പോൾ യോസേഫ് താൻ ഏറെ സ്നേഹിച്ചതായ തൻ്റെ പിതാവിനെ വിട്ട് അകന്നു പോയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അറിയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ളവരുണ്ടോ? പിതാവിനെ വിട്ടകന്നവർ, ഏറെ പ്രിയപ്പെട്ടവരായിരുന്നവർ എന്നെ വിട്ടകന്നുവെന്ന് പറയുന്നവർ. അവർ അകലപ്പെടുവാനുള്ളതായ പ്രധാന കാരണങ്ങൾ നിന്റെ കുറവായിരിക്കാം, നിന്റെ ദോഷമായിരിക്കാം, നിന്റെ തെറ്റുകളായിരിക്കാം, നിന്റെ മുൻകോപമാകാം, നിന്റെ എടുത്തുചാട്ടമാകാം, തെറ്റായ തീരുമാനങ്ങളായിരിക്കാം. നിന്നിലുള്ള കുറവ് കൊണ്ട് നിന്റെ ആളുകൾ നിന്നെ വിട്ടകന്നു പോകുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നീയാണ്. എന്നാൽ സത്യസന്ധതയോടെ, നീതിയോടെ ജീവിച്ചിട്ടും, നിന്റെ പക്ഷത്ത് ഒരു കുറവുമില്ലാതെ ഇരുന്നിട്ടും നിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും ഒറ്റപ്പെടലുമൊക്കെ കടന്നു വരികയാണ് എങ്കിൽ, ഏകാന്തതയെ അനുഭവിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് കേൾക്കുക. ദൈവം നിന്റെ പക്ഷത്ത് നിന്ന് ഉറപ്പായിട്ടും പോരാടും. തൻ്റെ പിതാവിനെ വിട്ട് അകന്നു പോകേണ്ടി വന്നു. ആ യാത്ര വളരെ വേദന നിറഞ്ഞതായ ഒരു യാത്രയായിരുന്നു. ഒറ്റപ്പെടലിൻ്റെ യാത്രയായിരുന്നു. വളരെ ദുഃഖം നിറഞ്ഞതായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നടുവിലുണ്ടോ? ഞാൻ ഒരുപാട് സ്നേഹിച്ചതായ എൻ്റെ പിതാവിനെ വിട്ട് അകലേണ്ടി വന്നു. എൻ്റെ മാതാവിനെ വിട്ട് അകലേണ്ടതായി വന്നു. എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ എന്നെ വിട്ടകന്നുപോയി. എൻ്റെ മക്കളെല്ലാവരും എന്നെ വിട്ടുമാറിയിരിക്കുന്നു. ഏകാന്തത എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ജീവിതത്തിൽ യാതൊരു കുറവുമില്ലാതിരുന്നിട്ടും, ഞാൻ വിശ്വസ്തയോടെ നിന്നിട്ടും, ഞാൻ അപേക്ഷിച്ചിട്ടും എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചു പോയി. എൻ്റെ ഭർത്താവ് എന്നെ വിട്ടുകളഞ്ഞിട്ട് പോകുവാനിടയായി. എന്നെ തെറ്റിദ്ധരിച്ചുകൊണ്ട് എൻ്റെ മക്കളും എന്നെ വിട്ട് മാറി നിൽക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ നടന്നു? യോസേഫ് ഒരു തെറ്റും ചെയ്യാതെ ഇരുന്നിട്ടും തൻ്റെ പിതാവിനെ വിട്ട് അകലേണ്ടി വന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഓരോ ചുവടുകൾ മുൻപോട്ട് പോകുന്തോറും അവൻ ചിന്തിക്കുകയാണ്, എൻ്റെ ഭാവി എന്തായിത്തീരും? എൻ്റെ ജീവിതം എന്തായിത്തീരും? എൻ്റെ സ്വന്തക്കാർ എനിക്കാരുമില്ല. എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ല. എന്നെ അംഗീകരിക്കുവാൻ ആരുമില്ല. എനിക്ക് താങ്ങായി നിൽക്കുവാൻ ആരുമില്ല. എനിക്ക് നന്മകൾ പങ്കുവയ്ക്കുവാൻ ആരുമില്ല. എൻ്റെ ഭാവി എന്താകും? ഇന്നും നമ്മുടെ മധ്യയിൽ ഇങ്ങനെയുള്ളവരുണ്ടോ? ഇതേ സ്ഥിതിയിൽ, ഇതേ അവസ്ഥയിൽ, ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ നഷ്ടപ്പെട്ട്, നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകളില്ലാതെ, എന്തു ചെയ്യണമെന്നറിയാതെ വളരെ ആകുലപ്പെട്ട് നിരാശയോടെ കഴിയുന്നതായ ആരെങ്കിലുമുണ്ടോ? എങ്കിൽ കേൾക്കൂ, അന്ന് യോസേഫും അതേ അവസ്ഥയിലായിരുന്നു. അതേ സ്ഥിതിയിൽ അവനുമായിരുന്നു. തൻ്റെ ജീവിതത്തിൽ തനിക്കാരുമില്ലായിരുന്നു. അങ്ങനെ നിന്റെ ജീവിതത്തിലും നിനക്ക് തുണയായി ആരുമില്ല എങ്കിലും ഒരു വാസ്തവം പറയട്ടെ, അന്ന് യോസേഫിൻ്റെ ജീവിതത്തിലും ആരുമില്ലാതിരുന്നിട്ടും അവന് തുണയായി ദൈവം ഉണ്ടായിരുന്നു. എത്ര അത്ഭുതകരമായ സത്യമാണ്! പിതാവ് കൂടെയില്ലാതിരുന്നിട്ടും, മാതാവില്ലാതിരുന്നിട്ടും യോസേഫിൻ്റെ കൂടെ യഹോവയായ ദൈവം ഉണ്ടായിരുന്നു. എത്ര അത്ഭുതകരമാണ്!
ആ ദൈവം നിന്റെ കൂടെയുമുണ്ട് എന്ന സത്യം നീ മറക്കരുത്. യേശുവേ, നീ മാത്രമാണ് എൻ്റെ ആശ്രയം. നീയാണ് എനിക്ക് തുണ. നിന്റെ കൃപയാണ് എനിക്ക് വേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, വളരെ വ്യക്തമായി നീ ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഈ പരീക്ഷണം എന്തുകൊണ്ടാണ്? ഇങ്ങനെ അനേകം പ്രാവശ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ആ പരീക്ഷണമാണ് ഞങ്ങളെ ജയിപ്പിക്കുവാൻ, ഞങ്ങളെ വിടുവിക്കുവാൻ, ഞങ്ങളെ ഉയർത്തുവാൻ പോകുന്നതെന്ന്, അതുപോലെ തന്നെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ പോകുന്നതെന്നുള്ള സത്യം ഗ്രഹിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ആ കാലത്ത് ലാസറിനുണ്ടായതായ രോഗം, പിന്നീട് സംഭവിച്ചതായ മരണം, പിന്നീട് നടന്ന അത്ഭുതം നിന്റെ നാമമഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും നേരിട്ട ആ തീച്ചൂള പിന്നീട് അവരുടെ ജീവിതത്തെ ഉന്നത സ്ഥാനത്തേക്ക് അവരെ കൊണ്ടുപോയി പ്രപഞ്ചത്തിന് തന്നെ അവരെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ദാനിയേലിനെ തള്ളിയിട്ട സിംഹങ്ങളുടെ ഗുഹ പിന്നീട് ദാവീദിനെ രാജാവിന് ശേഷം രണ്ടാമനായി ഉയർത്തി. യോസേഫ് തന്റെ പിതാവിനെ വിട്ട് അകന്നുമാറിയത്, തന്റെ സഹോദരങ്ങളെ വിട്ട് അകന്നുമാറിയത്, പിന്നീട് വന്ന കഷ്ടതകൾ, ഇതെല്ലാം അവനെ ആ രാജ്യത്തിന് പ്രധാനമന്ത്രി പദവിയിലേക്ക് ഉയർത്തി. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ കൂടെ നീ ഉണ്ടെങ്കിൽ, നീ ഞങ്ങളുടെ പക്ഷത്താണെങ്കിൽ, ഇന്ന് ഞങ്ങൾക്കെന്താണോ കഷ്ടകരമായിട്ട്, ഞങ്ങൾക്കെന്താണോ നഷ്ടമായിട്ട് തോന്നുന്നത്, അതിനെ അനുഗ്രഹമായിട്ട് മാറ്റുവാൻ പോവുകയാണ്. നിശ്ചയമായിട്ടും മാറ്റും എന്നുള്ളതായ വിശ്വാസം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ. ഇത് വിശ്വസിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ, അവരുടെ ആത്മീയ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നതായ ഏകാന്തതയാകട്ടെ, ലോൺലിനെസ് ആകട്ടെ, അവർ നേരിടുന്നതായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകട്ടെ, ആരോഗ്യ പ്രശ്നങ്ങളാകട്ടെ, മാനസിക വിഷമങ്ങൾ ആകട്ടെ, കർത്താവേ, അപമാനങ്ങളാകട്ടെ, ഇവയിൽ നിന്നെല്ലാം നിന്റെ മക്കളെ വിടുവിക്കുവാനും അവരെ ഉയർത്തുവാനും നീ മതിയായ ദൈവമാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.